ഹായ് ഓൾ, എല്ലാവർക്കും റീഡോ ലൈഫിന്റെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക്, നിങ്ങൾ ഒരു ജെൻ ഇസഡ് കിഡ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നോക്കണം. കാരണം ജെൻ ഇസഡ് കിഡ്സിന്റെ ട്രെൻഡ്സ് ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് സ്റ്റഡി അബ്രോഡിന്റെ കാര്യത്തിൽ. അപ്പോൾ ഒരു സ്റ്റഡി അബ്രോഡ് ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു ജെൻ ഇസഡ് കിഡ് ആണെന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത്, ജെൻ ഇസഡ് കിഡ്സ് പ്രധാനമായിട്ട് ഇപ്പൊ നോക്കുന്ന സ്കിൽസ് ആണ്. അവർ ഒരു ബ്രാൻഡ് നെയിമിന്റെ പുറകിന് പോകുന്നതിനെക്കാട്ടി കൂടുതൽ താല്പര്യം കാണിക്കുന്നത് അവർക്കൊരു ഫ്യൂച്ചർ കൊടുക്കുന്ന സ്കില്ല് പഠിക്കാനാണ് അവർ താല്പര്യം കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, AI, ഡേറ്റ സയൻസ്, ഗെയിമിങ്, ക്ലൈമറ്റ് ടെക്, സസ്റ്റൈനബിലിറ്റി, അങ്ങനെയൊക്കെയുള്ള കോഴ്സുകൾ ഉണ്ടല്ലോ. ഈ ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ കൺവെൻഷണൽ വേയിൽ കുറച്ച് മാറിയിട്ടുള്ള കോഴ്സുകൾ പഠിക്കാൻ, അതായത് ഇനി ഭാവിയിൽ ഉപകാരപ്പെടുന്ന ടൈപ്പ് കോഴ്സുകൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കുറച്ച് പ്രാധാന്യം കൽപ്പിക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ ഷിഫ്റ്റ് ആണ്. സാധാരണ നമ്മൾ ആൾക്കാർ പോകുന്ന ഒരു ഡെസ്റ്റിനേഷനെക്കാട്ടിൽ കൂടുതൽ അവർ വേറെ ഡെസ്റ്റിനേഷനാണ് താല്പര്യം കാണിക്കുന്നത്. ഇപ്പം മറ്റുള്ള ഡെസ്റ്റിനേഷൻ ഇല്ല എന്നല്ല പറയുന്നത്, കാനഡയും ജർമ്മനിയും ഒക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതേസമയം ജപ്പാൻ, സൗത്ത് കൊറിയ, നെതർലാൻഡ്, UAE അങ്ങനെയൊക്കെയുള്ള ഡെസ്റ്റിനേഷൻസ് ആണെങ്കിലും വളരെ പോപ്പുലർ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഇത്തരം ഡെസ്റ്റിനേഷൻ ഒക്കെ ചൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അലൂമിനിയായിട്ട് കണക്ട് ചെയ്യാം. അലൂമിനിയായിട്ട് കണക്ട് ചെയ്ത് അവിടുത്തെ ഒരു സ്ഥിതിഗതികൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഏതൊരു രാജ്യത്തോട്ട് പോവുകയാണെങ്കിലും അവിടെ മുൻപ് പഠിച്ച ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് പോർട്ടൽസ് ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് GD കണക്ട് എന്ന് പറയുന്നത്. GD കണക്റ്റിന്റെ പോർട്ടൽ വഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സൈൻ ഇൻ ചെയ്യാം. സൈൻ ഇൻ ചെയ്തിട്ട് നിങ്ങൾ ഏത് കോളേജിലാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഏത് രാജ്യത്താണോ പഠിക്കാൻ പോകുന്നത് അവിടെയുള്ള അലൂമിനിയസുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും ഈ ഒരു അലൂമിനിയം ആയിട്ടുള്ള കണക്ഷൻ നിങ്ങൾ ഏത് രാജ്യം ചൂസ് ചെയ്താലും അതിന് വളരെയധികം ബെനിഫിഷ്യൽ ആയിരിക്കും. ഇപ്പം ജപ്പാനിലോട്ടൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ജപ്പാനിലെ അവസ്ഥ എന്താണെന്നുള്ള അറിയണമല്ലോ. പാർട്ട് ടൈം ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ നെതർലാൻഡ്സ്, സൗത്ത് കൊറിയ, ഈവൻ കാനഡ, ജർമ്മനി, എവിടെയാണെങ്കിലും ഏത് രാജ്യത്താണ് നോക്കുന്നതെങ്കിലും അവിടെ നിങ്ങൾ അലൂമിനിയായിട്ട് കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് GD കണക്ട് എന്ന് പറയുന്നത്. അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഞാനിവിടെ ലിങ്ക് കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ അത് കയറി നോക്കി നിങ്ങൾ സൈനപ്പ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് മാത്രമേ ഒരു കോളേജോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയോ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. അടുത്തതെന്ന് പറയുന്നത് ജെൻ ഇസഡ് എന്ന് പറയുന്നത് വളരെ പ്രാക്ടിക്കലാണ്. അവര് ട്യൂഷൻ വേർഡ്സ് ഔട്ട്കം, അതായത് അവർ തീർച്ചയായിട്ടും അവർ കൊടുക്കുന്ന ഒരു ഫീസിന് വേണ്ട ഔട്ട്കം ഉണ്ടോ എന്നുള്ളത് നോക്കും. ഇത് കഴിഞ്ഞിട്ട് വർക്ക് വിസ കിട്ടുമോ, അത് കഴിഞ്ഞിട്ട് എത്ര സ്റ്റേറ്റ് ബാക്ക് ഉണ്ട്, എത്ര ഏൺ ചെയ്യാൻ പറ്റും, ഈ ഒരു ഡിഗ്രി എനിക്ക് അഫോർഡബിൾ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കും. പ്രത്യേകിച്ചും അവർ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് എന്തുമാത്രം പാർട്ട് ടൈമിന് അലോ ചെയ്യുന്നുണ്ട്, എത്ര അവേഴ്സ് അവിടെ പഠിക്കേണ്ടി വരും, എല്ലാ കാര്യങ്ങളും തിരക്കിയിട്ട് മാത്രമാണ് അവർ ഒരു യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുന്നത്. ROE ആൻഡ് അഫോർഡബിലിറ്റി മാറ്റർ. ഡെഫിനറ്റ്ലി പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് സ്റ്റഡി അബ്രോഡ് ഡെസ്റ്റിനേഷൻ വളരെ സ്മാർട്ടായിട്ട് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡിസിഷൻ ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് ഇൻസ്റ്റഗ്രാം റീൽസ്, യൂട്യൂബ്, അപ്പോൾ അതിലൊക്കെ കാണുന്ന കാര്യങ്ങളാണ് അവർ കുറച്ചൊന്ന് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം അവർ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ ടിക്ടോക്കിൽ നിന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും അവർ അന്വേഷിക്കുന്നത്. അപ്പം റിയൽ ആകണം, പക്ഷെ എന്നാൽ പോലും അവർ യൂണിവേഴ്സിറ്റി കുളിച്ചിട്ടും ഒക്കെ അറിയുന്ന ടിക്ടോക്കിൽ നിന്നോ യൂട്യൂബിൽ നിന്നോ ഇൻസ്റ്റഗ്രാമിൽ നിന്നോ ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ AI പ്രൊവൈഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സും എട്ടെക് ആപ്പുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ ആണെങ്കിലും കുട്ടികളെ ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ്. ഓക്കെ, അടുത്തത് മെന്റൽ ഹെൽത്ത് വളരെയധികം അത്യാവശ്യമാണ്. ഇന്നത്തെ കാലത്ത് ആൾക്കാർ നോക്കാറുണ്ട്. ഞാൻ ആ കോളേജിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പഠിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം എനിക്ക് വെൽനസ് സപ്പോർട്ട് കിട്ടും, ഒരു ഇൻക്ലൂസീവ് എൻവിറോൺമെന്റ് ആണോ, ഫ്ലെക്സിബിൾ ആണോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് മാത്രമേ അവരത് ചൂസ് ചെയ്യത്തുള്ളൂ. അത് ജെൻ ഇസഡ് കിഡ്സിന്റെ ഒരു ടോപ്പ് പ്രയോറിറ്റി കൂടിയാണ്. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ട്രഡീഷണൽ ഇതിൽ നിന്ന് മാറിയിട്ടുള്ളതിന്റെ ഒരു ബെസ്റ്റ് ഉദാഹരണമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. ജപ്പാൻ ഒരു ഘട്ടം വരെയും ജപ്പാനെ അങ്ങനെ കൺസിഡർ ചെയ്തൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പം ജപ്പാനിലോട്ട് പഠിക്കാൻ ഒരുപാട് ആൾക്കാർ താല്പര്യം കാണിക്കുന്നുണ്ട്. ജപ്പാനിലെ റോബോട്ടിക്സ്, അനിം ഡിസൈൻസ്, സസ്റ്റൈനബിലിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് കുട്ടികളെ അവിടോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്.
അപ്പം ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രമാണ് ഇന്നത്തെ കാലത്ത് ജെനിസെഡ് കിഡ്സ് ഒരു കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുന്നത്. ഒന്നാമത്തെന്ന് വെച്ചാൽ എന്താണ്, കരിയർ ഓറിയന്റഡ് പ്രോഗ്രാംസ്. അത് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ജോലി കിട്ടും, സ്റ്റെം ഫീൽഡിലാണോ അതൊക്കെ നോക്കും. പിന്നെ അതുപോലെ അവർ വേറെ നോക്കുന്നത് എന്താ, കുറച്ച് ഇപ്പം നിങ്ങൾ സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ആർട്സിൻ്റെ സ്കില്ലും കൂടെ കമ്പൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും കൂടെ അവർ നോക്കാറുണ്ട്. അതായത് ഇപ്പം സയൻസിൻ്റെ കൂടെ സൈക്കോളജി അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സബ്ജക്റ്റും കൂടെ അലൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടെ നല്ലതാണ് എന്നുള്ള ഒരു തോട്ടും കൂടെ ഇന്നത്തെ ജെനിസെഡ് കിഡ്സിന് വന്നിട്ടുണ്ട്. അതേപോലെ അവരുടെ പേഴ്സണൽ ഗ്രോത്തിന്, ഒരു അക്കാദമിക്കിനെക്കാട്ടി പുറമെ ആ കൾച്ചറൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു ചുറ്റുപാടുകൾ എല്ലാം അവരുടെ പേഴ്സണൽ ഡെവലപ്മെന്റിനെയൊക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അവരുടെ ഡൈവേഴ്സ് കൾച്ചറൊക്കെ എത്രത്തോളം വൈബ്രന്റ് ആണ് എന്നൊക്കെ ജെനിസെഡ് കിഡ്സ് തീർച്ചയായിട്ടും നോക്കും. പിന്നെ സസ്റ്റൈനബിലിറ്റി ആൻഡ് എത്തിക്കൽ കൺസിഡറേഷൻ. ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു റേസിസം ഒക്കെ ഉള്ള രാജ്യത്തോട്ട് പോകാൻ ആരും താല്പര്യം കാണിക്കത്തില്ല. ഞാൻ പോകുന്ന രാജ്യം സസ്റ്റൈനബിൾ ആണോ അല്ലെങ്കിൽ അവിടുത്തെ എത്തിക്കൽ പ്രാക്ടീസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അവിടെ വിശദമായിട്ട് നോക്കും. ഉദാഹരണം പറഞ്ഞാൽ സ്വീഡൻ, ഡെൻമാർക്ക് അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ജെനിസെഡ് കിഡ്സിന് അട്രാക്റ്റീവ് ആകുന്നതിന്റെ ഒരു റീസൺ ഇതൊക്കെയാണ്. അപ്പം ഇതൊക്കെയാണ് ജെനിസെഡ് കിഡ്സിന്റെ ട്രെൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ട്രെൻഡ്സിനനുസരിച്ചിട്ടുള്ള ഒരു പ്രധാന രാജ്യം ജപ്പാനാണ്. അടുത്ത വീഡിയോയിൽ ജപ്പാന്റെ സാധ്യതകളെ കുറിച്ചിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ ബൈ.